നമുക്കും പ്രതീക്ഷയുണ്ട് തങ്ങളെ റബീഉൽ അവ്വലിൽ അവസാനിക്കരുത് നമ്മുടെ ഈ മഹബത്തൊന്നും. ഒറ്റയ്ക്കിരുന്ന് പാതിരാത്രി ഒന്ന് പൊട്ടിക്കരഞ്ഞ് പറഞ്ഞു നോക്കൂ, ഉറപ്പ് തീർച്ച നമ്മളെ ഏറ്റെടുക്കും. തങ്ങളുമായി റിലേറ്റഡ് ആയതുകൊണ്ടാണ് സ്വലാത്ത് എങ്ങനെയല്ലാലും അള്ളാഹ് കൂലി കൊടുക്കണം. അബൂലഹബ് ശരിക്ക് മുത്തനബി തങ്ങളുടെ കഠിന ശത്രുവല്ലേ, എത്രമാത്രം ബുദ്ധിമുട്ടിച്ച ആളാ. പക്ഷെ തിങ്കളാഴ്ച മൂപ്പർക്ക് കൈവിരലിന്റെ ഇടയിലൂടെ വെള്ളം ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ്? ഒരു സുഖം ലഭിക്കുന്നത് ജന്മദിനത്തിൽ സന്തോഷിച്ചതുകൊണ്ട്. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ മൗലിദ് രാവിന്റെ പേരിൽ ഈ യൂണിറ്റിൽ പ്രത്യേകിച്ചും എത്ര രാത്രികൾ ഉറക്കൊഴിഞ്ഞു. ഇത്ര മനോഹരമായ ഈ ഡെക്കറേഷൻ സംവിധാനങ്ങളും ഈ ഫെസിലിറ്റീസും അവർ സംവിധാനിച്ചത് ആരെയും കാണിക്കാനല്ലോ, റസൂലുള്ളാഹിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. കൂട്ടുകാരെ, ഇത് വെറുതെ ആവില്ല. അബൂലഹബ് എന്ന കഠിന ശത്രുവിന് നരകത്തിൽ ആനുകൂല്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ മുഅ്മിനീങ്ങൾ നബിദിനാഘോഷം നടത്തിയാൽ എങ്ങനെ അല്ലാഹു അയാൾക്ക് പ്രതിഫലം കൊടുക്കാതിരിക്കും എന്ന് സുയൂത്തി ഇമാം അൽ-ഹാമിലിൽ ഫത്താവയിൽ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഇത് തുടരണം, എല്ലാ കൊല്ലവും തുടരണം. അപ്പോഴൊക്കെ നമുക്ക് ഹബീബ് ഷഫീഖിനെ ഓർത്തുകൊണ്ടിരിക്കണം. റബ്ബേ, ആ മോന്റെ ഖബർ നീ സ്വർഗ്ഗാക്കണേ റഹ്മാനേ. കൂട്ടുകാരെ, നമുക്ക് മഹബത്തിൽ ഒന്ന് ലയിച്ചു ചേരണം. ആ ഒരു ലോകം, ആ ഒരു ആനന്ദമുള്ള ഇഷ്കിന്റെ ലോകത്തേക്ക് നമുക്ക് ചേർന്ന് നിന്നാൽ എന്തൊരു സുഖമായിരിക്കും മനസ്സിൽ, എന്തൊരു സുഖമായിരിക്കും. ഓരോ സുന്നത്ത് ചെയ്യുമ്പോഴും തങ്ങൾ ഇങ്ങനെ മുന്നിൽ കാണുന്ന പോലെ. മാലിക് ഇമാം റളിയല്ലാഹു അൻഹു പെട്ടെന്ന് ഹദീസ് ക്ലാസ് എടുക്കുമ്പോൾ ബോധം കെട്ട് വീണുപോയി. കുറച്ച് കഴിഞ്ഞ് ബോധം തള്ളിയപ്പോ മാലിക് ഇമാമിനോട് അവരെ ചോദിച്ചു, എന്താ നിങ്ങളെ ബോധം നഷ്ടപ്പെട്ടത്? അത് തങ്ങളുടെ പേര് പറഞ്ഞപ്പോ റസൂലുള്ളാഹി എന്റെ കൽബിൽ അങ്ങ് കയറിപ്പോയി, പിന്നെ എനിക്ക് പിടിച്ചിരിക്കാൻ കഴിയില്ല, ഞാനങ്ങ് പോയി. ആ തങ്ങൾ നമുക്കൊന്നും ഇങ്ങനെ ഒരു അനുഭവിക്കണ്ട. അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് അത്തഹിയാത്തിൽ സലാം പറയുമ്പോ വഅലൈക്കും അസ്സലാം എന്ന് മദീനയിൽ കേൾക്കാതെ ബാക്കി പറയാത്ത മഹത്തുക്കൾ ഉണ്ടായിരുന്നു ഇന്നലകളിൽ. അഹ്മദ് റിളാ ഖാൻ തങ്ങൾ ഒരു വട്ടം മടക്കുന്ന കേൾക്കാത്തതുകൊണ്ട് 3 വട്ടം അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് ആവർത്തിച്ച് ചൊല്ലിയ മഹാനാണ്. നമുക്ക് മടക്കി കേൾക്കുന്ന ഒന്നും പറ്റിയില്ലെങ്കിലും നമ്മുടെ പറച്ചിലിന്റെ സമയത്ത് മടക്കണം എന്നൊരു തോന്നണ്ടേ? വേണം. തങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തവണ നമുക്ക് വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞു കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? അവിടുത്തെ നുബുവത്തിന്റെ ചുണ്ടുകൊണ്ട്, ലോകത്തെ ഏറ്റവും ശുദ്ധിയുള്ള മനസ്സുകൊണ്ട്, ലോകത്തെ ഏറ്റവും വലിയ മുത്തഖിയായ തങ്ങൾ, ഏറ്റവും വലിയ തെറ്റുകാരായ നമ്മളോടെങ്ങാനും വഅലൈക്കും അസ്സലാം മോനെ അല്ലാഹ് രക്ഷപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞു കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? സലാം മടക്കോന്നാണ് പിന്നെ ഒരു ആശങ്ക. നിങ്ങൾ അസ്സലാമു അലൈക്കും എന്ന് കേട്ടാൽ ആരെങ്കിലും അങ്ങനെ പറഞ്ഞ വെറും വഅലൈക്കും അസ്സലാമിൽ ചുരുക്കരുത്, റഹ്മത്തുള്ളാഹി അടയണം, ബറകാത്ത് കൂട്ടിച്ചെല്ലണം എന്നൊക്കെ പഠിപ്പിച്ച നേതാവ് മടക്കാതിരിക്കുക. സലാം പറഞ്ഞ നമ്മളെ ഓർമ്മ ഉണ്ടാവുമെന്നാണ് പിന്നൊരു സംശയം. അയ്യേ, നുബുവത്തിന് മുൻപ് തന്നെ ഇന്നീല അരിഫു ഹജറൻ കാന യുസല്ലിമു അലയ്യ ഖബല നുബുഅസ വൈനീല അരിഫു അൽആൻ. നുബുവത്തിന് മുമ്പ് തന്നെ മക്കയിലുള്ള ഊടുവഴികളിലുള്ള കല്ല് ചെല്ലുന്ന സലാമിനെ ഇപ്പോഴും എനിക്ക് പരിചയമുണ്ട്. സലാം ചെല്ലിയ കല്ലിനെ മെമ്മറിയിൽ സേവ് ചെയ്ത നേതാവിനെ ഉമ്മത്തിന് എങ്ങനെ സേവ് ചെയ്യാതിരിക്കും? പറയണം ആത്മാർത്ഥത്തോടെ, പൊട്ടിക്കരിഞ്ഞുകൊണ്ടുള്ള ഒരു വർത്താനം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലുള്ളാഹ് എന്ന് പറയാൻ നമുക്ക് കഴിയണം. ആ ഒരു ലോകത്തേക്ക് പൊട്ടൻ ജീവിതവും തെറ്റിലായിട്ടുള്ള ജീവിതമൊക്കെ ഉണ്ടാകും. ചെറുപ്പകാലമല്ലേ, ചാബല്യങ്ങൾ ഉണ്ടാവും. നന്നാവണം, മാറണം. ഒരു ഘട്ടം വരെ ഒക്കെ കുറെ തെറ്റൊക്കെ ചെയ്തു പോകും, ശരി, പക്ഷെ നിർത്തണ്ടേ? ഇതൊക്കെ നിർത്തണം. ഈ മൗലിദ് രാവ് അതിനു വേണ്ടിയുള്ള ഒരു രാവ്. പ്രതീക്ഷയോടെയാണ് നമ്മുടെ ദുആഇന്റെ മജ്ലിസിലേക്ക് കടക്കേണ്ടത്. റിസാലത്തുൽ ഖുശൈരി എന്ന ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ തുടക്കത്തിൽ തന്നെ പറയുന്ന ഔലിയാക്കളുടെ ചരിത്രം ആരുടേതാണെന്നറിയാം? ഫുളൈൽ ഇബ്നു ഇയാദ്, ഇബ്രാഹിം ഇബ്നു അദ്ഹം,